ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡാഫി. ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി രൂപതയിൽ വെളിമാനം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. 2024 ഡിസംബറിൽ ഉടമ്പടി 3-ാം തവണ പുതുക്കി. ഈ ഉടമ്പടി കാലം അത്രയും മാതാവും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രധാനമായും 2 അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കാര്യമാണ്. മകൻ +2 കഴിഞ്ഞ് ACCA കോഴ്സിന് ചേർന്നിരുന്നു. പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു. അതിലെ എല്ലാ പേപ്പറുകളിലും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാക്കി തരണമേ എന്ന് ഞാൻ ആദ്യമേ തന്നെ നിയോഗത്തിൽ വെച്ചിരുന്നു. അതുപ്രകാരം ആദ്യമുള്ള പേപ്പറുകളെല്ലാം പാസ്സായി. ആകെ 13 പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. 10ാമത്തെ പേപ്പറിൽ അവന് പാസ്സാകാൻ സാധിച്ചില്ല. എങ്കിലും അടുത്ത പേപ്പർ എഴുതിയ സമയത്ത് ആ ഒരു പേപ്പറും കൂടെ എഴുതി 2 പേപ്പറും ഒരേ സമയം പാസ്സാകാനുള്ള കൃപ അമ്മ മാതാവ് നൽകി. അതുപോലെ അവസാനത്തെ പേപ്പറിൻ്റെ എക്സാം ഈ ഡിസംബർ മാസത്തിലായിരുന്നു. ഓരോ എക്സാമിന് പോകുമ്പോഴും ഉടമ്പടി ഉപ്പ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉടമ്പടി ഉപ്പ് ഈ എക്സാം എഴുതുന്ന കമ്പ്യൂട്ടറിൻ്റെ ചുറ്റും വിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഓരോ പ്രാവശ്യവും എക്സാം അറ്റൻഡ് ചെയ്തത്. ഏറ്റവും അവസാനത്തെ എക്സാമിലാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടായിരുന്നു, ശരിക്കും എഴുതാനുള്ള സമയം കിട്ടിയില്ല, എഴുതിയ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സാധിച്ചില്ല, ജയിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്, വിഷമമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, അമ്മ മാതാവ് നിന്നെ പാസ്സാക്കും. എന്തായാലും അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി 3-ാം തവണ പുതുക്കിയത്. ആ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു, പുതുക്കിയ സമയത്ത് നിയോഗം വെച്ചു, ഈ ഒരു പേപ്പറിൽ മാതാവെ പാസ്സാക്കി തരണേ എന്ന്. ജനുവരിയിൽ റിസൾട്ട് വന്നപ്പോൾ 50 മാർക്കാണ് പാസ്സാകാൻ വേണ്ടത്. ആ കൃത്യം 50 മാർക്ക് നൽകി അമ്മ മാതാവ് എൻ്റെ മകനെ പാസ്സാക്കി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്ത അനുഗ്രഹം പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിന് ഒരു രോഗസൗഖ്യമാണ്. ഈ 3ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഹസ്ബൻഡിൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഷുഗർ 370, അതേപോലെ തൊട്ടടുത്ത ദിവസം ഇത് ശരിയാണോ എന്ന് ഒന്നുകൂടെ നോക്കിയപ്പോൾ അത് 390 ആണെന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായി. ആ ഒരു സമയത്താണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നത്. അപ്പം ആ ഉടമ്പടി പുതുക്കിയ ദിവസം ഞാൻ ഒരു നിയോഗമായി വെച്ചു, ഷുഗർ നോർമലാക്കി തരണേ എന്ന്. ആ പുതുക്കിയ ദിവസം അടുത്ത ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഷുഗറിൻ്റെ അളവ് 280 ആയി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 180 നോർമലായി കിട്ടി. 130 നോർമലായി. ഇപ്പം ഇതിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം ഹസ്ബൻഡിൻ്റെ പാൻക്രിയാസിൻ്റെ ആ ഭാഗത്ത് ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഒരു സൗഖ്യം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ ഒരു ഉടമ്പടിയിലൂടെ ആത്മീയമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിട്ട് സാധാരണ ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചിലപ്പോൾ ഒഴിവാക്കും. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അതേപോലെ 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥന ഒരു ദിവസവും മുടക്കിയിട്ടില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഉടമ്പടി സായാഹ്ന പ്രാർത്ഥന ചൊല്ലും. അതേപോലെ രാവിലെ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലും. വീട്ടിലെ എല്ലാവരും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും രാവിലത്തെ അനുഗ്രഹ പ്രാർത്ഥനകളും മുടങ്ങാതെ കാണാറുണ്ട്. അതേപോലെ ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പണ്ടൊക്കെ പാട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഹനങ്ങളിൽ വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ ടോക്കുകളാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കാറുള്ളത്. അപ്പം അച്ഛൻ്റെ ആ ടോക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മീയമായി വളരെ ഒരു ഉണർവാണ് ലഭിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായി തോന്നും. ഇപ്പോൾ രാവിലെ തന്നെ
ഇങ്ങനെയുള്ള ഈ ടോക്കുകളും അതേപോലെ അനുഗ്രഹ പ്രാർത്ഥനയും ഒക്കെ കേട്ടതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അന്നത്തെ ആ ഒരു ദിവസം മുഴുവനും അനുഗ്രഹീതമായി തോന്നിയതായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. പ്രേക്ഷിത വേലയായിട്ട് ഞാനൊരു സ്കൂളിലെ അധ്യാപികയാണ്. അപ്പം ഞാൻ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇവിടെ സ്റ്റാളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കാശ് രൂപങ്ങളൊക്കെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും. ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. അതേപോലെ കൃപാസന പത്രം കുട്ടികൾക്ക് കൊടുക്കും. അതുപോലെ മറ്റുള്ള ആളുകൾക്കുമൊക്കെ കൃപാസന പത്രങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരുടെയും കൈകളിൽ തന്നെ കൊടുക്കും. കാരുണ്യ പ്രവൃത്തിയായിട്ട് അടുത്തുള്ള സ്നേഹഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട്. സാമ്പത്തികമായി പറ്റുന്ന രീതിയിലൊക്കെ സഹായം ചെയ്യും. സ്കൂളിലെ കുട്ടികളുടെ ആണെങ്കിലും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യും. കുട്ടികളുടെ വീട്ടിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ സന്ദർശിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും അതേപോലെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഉപ്പിട്ട് വെള്ളം കൊടുക്കാനൊക്കെ ഉപദേശിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പലർക്കും വളരെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഈ ഉടമ്പടിയിലൂടെ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയും ഈ ജീവിതകാലം അത്രയും ഉടമ്പടിയിൽ നിലനിൽക്കുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി ഇനിയും എന്നെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ കവിഞ്ഞ് ഒട്ടേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് നൽകിയിട്ടുണ്ട്. എൻ്റെ മക്കൾ വിദേശത്തുണ്ട്. അപ്പം അവർക്കൊക്കെ നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ അവരിവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അവർ വന്നതിന് ശേഷം അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ജെറമിയ 17:14 കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാവും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഡാഫി കെ മാണി എന്ന ഈ സഹോദരി, ജീവിത പങ്കാളി, മകൻ എന്നിവർ ഈ അൾത്താരയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം മകൻ പഠിച്ചുകൊണ്ടിരുന്ന ACCA എന്ന കോഴ്സും അതിൻ്റെ പ്രയാസമേറിയ 2 പരീക്ഷകളും വിജയിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് അമ്മയുടെ തിരുനടയിൽ നിയോഗം സമർപ്പിക്കുകയും നേർച്ചവസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അത് അസാധ്യമെന്ന് കരുതിയതുപോലും പരാജയപ്പെടുമെന്ന് പ്രതീക്ഷിച്ചതുപോലും അമ്മ മാതാവ് മകനെ വിജയം നൽകിക്കൊണ്ട് സഹായിച്ചു. അതിനെ ആദ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി സൂചിപ്പിച്ചു. രണ്ടാമത്തത് ജീവിത പങ്കാളി ഷുഗർ ഒത്തിരി കൂടി 380 വരെയൊക്കെ എത്തി. അതേറെ ക്ലേശപൂർണമായൊരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ അത് സമർപ്പിച്ചുകൊണ്ട് നേർച്ചവസ്തുവായ ഉടമ്പടി തൈലം പാൻക്രിയാസ് ഭാഗത്ത് കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി സൗഖ്യപ്പെടുത്തണമേ, അത് സാധാരണ നിലയിൽ ഷുഗർ ആക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിലൂടെ 3 ആഴ്ച കൊണ്ട് 130 അത് സാധാരണ നോർമൽ വാല്യൂവിലേക്ക് കൊണ്ടുവന്നതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതം കൈമാറിയത് മറ്റുള്ള ഓരോരുത്തരോടും കൂടുതൽ വിശ്വാസത്തോടെ ദൈവത്തെക്കുറിച്ചും ദൈവാനുഭവത്തെക്കുറിച്ചും പങ്കുവയ്ക്കുവാനും കുടുംബത്തിന് തന്നെ വിശ്വാസ ജീവിതം ബലപ്പെടുത്തിക്കൊണ്ട് അനുദിന ദിവ്യബലിയിലും 2 ആഴ്ചയിലൊരിക്കലുള്ള കുമ്പസാരത്തിലൂടെയും സന്ധ്യാപ്രാർത്ഥനയിലൂടെയും ഒരു പ്രാർത്ഥനാ ജീവിതം കുടുംബത്തിന് ക്രമപ്പെടുത്തുവാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഓരോ നിമിഷവും ഉടമ്പടിയിലായിരിക്കുമ്പോൾ അത് ദൈവിക സംരക്ഷണമായും ദൈവം നമ്മുടെ ഏതൊരു കാര്യത്തിലും കരം പിടിച്ച് കൂടെ ഉള്ളതായും അതോടൊപ്പം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമായി തന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യം, പരിശുദ്ധമ്മയുടെ ഇന്നും അടയാളപ്പെടുത്തുന്ന സാന്നിധ്യം ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബത്തിലും അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്ന് ഈ അമ്മ ലോകത്തോട് വെളിപ്പെടുത്തുന്നു. ഈ സഹോദരിക്കും കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും നന്ദിപൂർവ്വം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.